മാധു എന്തോ അല്ല ഇതാര് കേസുള്ള ചേട്ടനോ ഇല്ലാട്ടെ ഞാൻ പറഞ്ഞ കാര്യം എന്താ എടാ മാധു നിനക്ക് കിട്ടുന്നതെല്ലാം ഇങ്ങനെ ദീപാവലി വിളിച്ചാൽ മതിയോ 4 ദിവസം കിടപ്പായി പോയെങ്കിൽ എന്ത് ചെയ്യും എടാ ആദ്യം തന്നെ നമ്മുടെ അടിത്തറ ഉറപ്പിക്കണം അടിത്തറ ഉറപ്പിക്കണം ആഗ്രഹമുണ്ട് കേസുള്ള ചേട്ടാ ഇതൊന്ന് ഉറച്ച് കിട്ടണ്ടേ എന്നാലേ നീ ഈ പണി നിർത്തുന്നതാണ് നിനക്ക് നല്ലത് ദാ എങ്ങാണ്ടെന്ന് ഒരുത്തൻ കപ്പൽ കയറി വന്നിരിക്കുന്നു വഴിയിൽ പോയൊരു മുടന്തൻ കൊച്ചിനെ കൈ കൊണ്ട് അങ്ങ് തൊട്ടതേ ഉള്ളൂ അവന്റെ മുടന്ത് മാറി അവന് പരമസുഖമായി നേരാണ് ഞാൻ കണ്ടതാണ് ഇപ്പൊ രോഗികളെല്ലാം അങ്ങോട്ടാ പ്രവാഹം എന്നാൽ അവനെ ഒന്ന് കണ്ടിട്ടുള്ള കാര്യം കാണണം എന്തിനു ഞാൻ അവനെ കാണും എന്റെ അടിത്തറ ഉറയ്ക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് നോക്കണം അമ്മേ ഓ മഹാരാജാവ് അമ്മയ്ക്ക് ഞാൻ എന്നും മകനാ മഹാരാജാവല്ല അതെ നമ്മുടെ മകൻ ഈ നാടിന്റെ മഹാരാജാവാണെന്ന് നാം ഓർമ്മിക്കുകയായിരുന്നു അതിപ്പോ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാൻ ആ നിലയിൽ നിന്റെ കടമ നീ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിയതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ മകൻ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ല ഉത്തരവാദിത്വമുള്ള ഒരു ഭരണാധിപൻ സ്വയം നിർവഹിക്കേണ്ട കുറെ ചുമതലകളുണ്ട് ഉണ്ട് പക്ഷേ എല്ലായ്പ്പോഴും അത് സാധിച്ചെന്ന് വരില്ല അർഹതയുള്ളവരെ ചിലതെല്ലാം ഏൽപ്പിച്ചേ പറ്റൂ അർഹതയുടെ അളവുപോൽ അറിവും കഴിവുമായിരിക്കണം രക്തബന്ധത്തിനും സ്നേഹവാത്സല്യങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല അമ്മ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു മനസ്സിലാകാത്തവരോട് തുറന്നു തന്നെ സംസാരിക്കാം ആ തോമയുടെ പേരിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നീ ആരെയാണ് നിയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടനെ കുട്ടൻ തോമയുടെ ആരാധകനാണ് ആ നിലയ്ക്ക് അന്വേഷണം നിഷ്പക്ഷമായിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ നീതിയുടെ മുന്നിൽ സ്വജനപക്ഷപാതത്തിന് സ്ഥാനമില്ല നീതിപതി സത്യസന്ധനാണെങ്കിൽ കുട്ടൻ സത്യസന്ധനല്ലെന്നാണോ അമ്മയുടെ അഭിപ്രായം അവൻ ചെറുപ്പമാണ് ആ തോമയെ അന്ധമായി വിശ്വസിക്കുന്നു അയാൾക്കെതിരായി ഒരു തീരുമാനമെടുക്കാൻ അതിരുകവിഞ്ഞ ആദരവ് അവരെ സമ്മതിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ അവന്റെ നില പരിശോധിക്കുന്നതിനും ഇതൊരു സന്ദർഭമല്ലേ നമ്മുടെ കാലശേഷം ഈ രാജ്യം ഭരിക്കേണ്ടത് അവനാ അപ്പോൾ ഈ വക കാര്യങ്ങളിൽ അവന് പരിശീലനം നൽകേണ്ടത് ആവശ്യമാണെന്ന് നമുക്ക് തോന്നി എന്തിന് കുട്ടൻ മതം മാറാൻ പോകുന്നെന്ന് കേട്ടത് ശരിയല്ലേ ശരിയാണ് നീ എതിർത്തില്ല സമ്മതിച്ചു അല്ലേ അവൻ കൈക്കുഞ്ഞില്ലമ്മേ ആവശ്യത്തിന് അറിവുണ്ട് ആലോചിക്കുവാനുള്ള കഴിവുമുണ്ട് അവന്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നാം എന്തിനെതിരെ നിൽക്കണം അവൻ മതം മാറിയാൽ ഈ രാജ്യത്തിന്റെ അടുത്ത കിരീടാവകാശി കുട്ടൻ ഏത് മതം വിശ്വസിച്ചാലും നമ്മുടെ അനന്തരവൻ തന്നെയാ അല്ല നാം ഹിന്ദുവാണ് ഹൈന്ദവ സിദ്ധാന്തങ്ങൾ മാത്രം അനുസരിച്ചും അനുവർത്തിച്ചും ജീവിച്ചു വരുന്ന ഒരു പുരാതന കുടുംബത്തിലെ മതഭക്ത നാം ഒരു ക്രിസ്ത്യാനിയുടെ മുത്തശ്ശിയല്ല നമ്മുടെ മകൻ ഒരു ക്രിസ്ത്യാനിയുടെ അമ്മാവനുമല്ല അമ്മ ഒന്ന് ഞാൻ തീർത്തു പറയുന്നു ആ തോമയുടെ ഉപദേശപ്രകാരം അവൻ ക്രിസ്ത്യാനിയാകുന്നെങ്കിൽ ഈ രാജ്യഭരണത്തിന് അവൻ അവകാശമില്ല ഭഗവത് സ്തോത്രങ്ങൾ മാത്രം കേട്ട് പരിശുദ്ധമായ ഈ കൊട്ടാരത്തിന്റെ എട്ടുകെട്ടിനുള്ളിൽ ഞാൻ ജീവിച്ചിരിക്കുന്നവരെ അന്യ മതസ്ഥർക്കിവിടെ പ്രവേശനമില്ല അമ്മേ ധർമ്മോസ്മൽ കുലദൈവതമെന്ന സനാതന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ന് വരെ ചെങ്കോൽ പിടിച്ച കൈകളിൽ പുരുഷം പിടിച്ച് രാജ്യം ഭരിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട അമ്മേ മുറപ്രകാരം മറ വേണ്ടെന്നവന് മുറയെന്തിന് കുട്ടൻ മതം മാറുകയാണെങ്കിൽ അവന്റെ ഇളയവനായിരിക്കും രാജ്യഭാരം ഇതിന് മാറ്റമില്ല തീർത്തു തന്നെ കൽപ്പിക്കാം പക്ഷേ എന്തു പക്ഷേ പുരോഹിതന്മാരുടെ ശിരസിൽ വെച്ച് പൂജിക്കാനുള്ളതല്ല രാജ